ഓ നാളെ ഞായറാഴ്ചയല്ലേ, നാളെ നമുക്ക് എവിടെയും പോകണ്ടേ? എവിടെ പോവുക എന്ന് ചിന്തിച്ചിട്ടാണ് ശനിയാഴ്ച കിടക്കാൻ തന്നെ പോവുക. പക്ഷെ കഴിഞ്ഞ ശനിയാഴ്ച പറയട്ടെ, ഒന്നും സെറ്റായില്ല. എവിടെ പോകണമെന്ന് ചിന്തിച്ചെന്നല്ലാണ്ട് ഒരു പ്ലാനും റെഡി ആവാതെ കിടന്നുറങ്ങി. പിറ്റേന്ന് ഞായറാഴ്ച രാവിലെ എഴുന്നേറ്റിട്ടാണ് അയ്യോ നമ്മൾ എവിടെ പോവുക, എവിടേക്കെങ്കിലും വിട്ടാലോ, എന്നാൽ ശരി നമുക്ക് ചെറിയമ്മേനോട് പോയാലോ എന്ന് ചിന്തിച്ചത്. അങ്ങനെ പ്ലാൻ സെറ്റ്. പ്ലാൻ എ ചെറിയമ്മേൻ്റെ അവിടെ പോകുന്നതാണ് കേട്ടോ. അപ്പോഴേക്കും ഏട്ടൻ്റെ അമ്മയും അച്ഛനും പെങ്ങളെ കുട്ടികളൊക്കെ കൂടി വന്നു കേട്ടോ. അപ്പം എന്തായി, പോക്ക് ഉച്ചത്തേക്കായി. സാരില്ല, നമുക്ക് ഉച്ചയ്ക്ക് പോകാമെന്ന് വെച്ചു. അങ്ങനെ ഉച്ചയ്ക്ക് ഞങ്ങളെല്ലാവരും കൂടെ ചെറിയമ്മേൻ്റെ അവിടെ പോയി. ചെറിയമ്മേൻ്റെ അവിടെ പോയപ്പം പാവ കേട്ടോ, നെയ്ച്ചോറും ചിക്കൻ കറിയും പിന്നെ കുറേ വെജ് കറീസും ഒക്കെ ഉണ്ടാക്കിയിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ചെറിയമ്മേൻ്റെ വീട്ടിൽ അന്ന് പോയ കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വന്ന വഴിയൊക്കെ ചെളിക്കുളമായതുകൊണ്ട് വണ്ടി നിറയെ അഴുക്കായിരുന്നു കേട്ടോ. അപ്പോൾ വന്ന പാടെ ഏട്ടൻ കാറ് വൃത്തിയാക്കുന്ന പരിപാടിയിലാണ്. ഇവിടെ ഒരുപാട് പൂച്ചെടികളൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ ചെറിയമ്മ. നമ്മൾ സ്വപ്നക്കൂട് സിനിമയിൽ കാണുന്നില്ല ഇതുപോലെ വള്ളിച്ചെടികളൊക്കെ. ഇതാണ് എൻ്റെ ചെറിയമ്മ കേട്ടോ. ഹായ് പറയ്. കഷ്ടപ്പെട്ട് പണിയെടുക്കുന്ന രാശേട്ടൻ. പൂച്ചെടികളൊക്കെ നല്ല ഭംഗിയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്ത് രസമാണെന്നറിയാം, എനിക്ക് അവിടുത്തെ പൂച്ചെടികളെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഒരു കുഞ്ഞു മാവുണ്ട്, അത് നിറയെ മാങ്ങയുണ്ട്. പിന്നെ മുറ്റത്ത് തന്നെ ഒരു കുഞ്ഞു കിണറുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഒരു കുഞ്ഞു തെങ്ങ്, പപ്പായ മരം, ഈ പൂച്ചെടികൾക്കിടയിൽ തന്നെ മത്തൻ്റെ വള്ളി, എല്ലാ സംഭവങ്ങളും അവിടെയുണ്ട്. കാന്താരി, മുളക്, എല്ലാ സംഭവങ്ങളും ഉണ്ട് കേട്ടോ. പിന്നെ ഒരു തായ് ചാമ്പ മരം ഉണ്ട്, ഞാനിപ്പോൾ കാണിച്ചു തരാം. കണ്ടോ, ഇതാണ് നമ്മുടെ തായ് ചാമ്പ മരം. നിറയെ കായ്ച്ച് നിൽക്കണം. എന്തൊരു രസമാണെന്നറിയോ, അതിൻ്റെ ഫ്രൂട്ട് കാണാനെന്ന് നിൽക്കുന്ന കാണാൻ ഭയങ്കര ഭംഗിയാണ്. അത് കഴിക്കാനും നല്ല മധുരമുണ്ട് കേട്ടോ. നമ്മൾ ഊട്ടി ആപ്പിളൊക്കെ കഴിക്കില്ലേ, അതിൻ്റെ ഒരു ടേസ്റ്റ് പോലെ തോന്നി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കേട്ടോ. കാണാൻ എന്ത് രസമാണ്, അത് നിൽക്കുന്ന കാണാൻ എന്ത് രസമാണെന്നറിയോ. നിറയെ ആ മരത്തിന് തൊട്ട് താഴെ നോക്കിയാൽ നമ്മൾ ഈ പൂവൊക്കെ ഇങ്ങനെ ഉതിർന്ന് നിൽക്കില്ലേ, അതുപോലെ ഉണ്ട് കേട്ടോ. കുട്ടികൾ എനിക്ക് കുറച്ച് ചാമ്പയ്ക്ക് പറിച്ചു തന്നു. അപ്പം ഞാനത് വീട്ടിലേക്ക് കൊണ്ടുവരാമെന്നും പറഞ്ഞിട്ട് പാക്ക് ചെയ്ത് വെച്ചു കേട്ടോ. ചെറിയ ചെറിയ ഡോറമുള കൊണ്ടുവരുന്നുണ്ട്. കടിക്ക് ചെറിച്ചോള്. ഞാൻ വിട്ടു നിൽക്കുന്നതായിരിക്കും നല്ലത്. ആണോ? ആര് ഷാഡോനെയോ? അതിനിടയിൽ ചെറിയമ്മ ചക്കയുടെ ഉണ്ടാക്കി കൊണ്ടു കേട്ടോ. അപ്പോൾ ചക്കയുടെയും ചായയൊക്കെ കഴിച്ചു ഞങ്ങൾ കേട്ടോ. വീടിന് മുൻഭാഗത്തൂടെ ഒരു ട്രാക്ടർ പോണതാണ് കേട്ടോ. ആ റോഡ് കഴിഞ്ഞിട്ട് അപ്പുറത്തുള്ള ഭാഗം ഒരു വയൽ ഭാഗമാണ് കേട്ടോ. പക്ഷെ കാണാൻ നല്ല ഭംഗിയാണ്, നല്ല ഏരിയ ആണ് കേട്ടോ. അതെന്താ ബുസേ? അതെന്താ മോനെ? അയ്യോ ആയതെടുക്കല്ലേ. ചാടക്കുട്ടാ, ഐ വാലാട്ടുന്നേ. ആ നീ എന്നെ ചാടണ്ട, നീ ചാടി എനിക്ക് പേടിയാടാ കേട്ടാ. നീ ചാടിയാലെന്നാണ് പേടിച്ചും കേട്ടോ. ചാടണ്ട കേട്ടോ. കുട്ടൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ജീവിയാണ് നായ. ഭയങ്കര ഇഷ്ടാ. എനിക്ക് ഷാഡോന് പേടിയുണ്ടോ പൂസേ? ഇത് ഉപ്പ് നെല്ലിക്ക
ഉപ്പിട്ട മാങ്ങ 3 വർഷം പഴക്കമുള്ള മാങ്ങയാണ് കാട്ടുമാങ്ങ. ഭഗവാനെ ഫുഡ് ഇൻഫെക്ഷൻ അടിക്കരുതേ എന്ന് ചോദിച്ചു. എനിക്ക് വേറെ ആൾക്കും വിളിച്ച് ചെറിയ ഉത്തരവാദിയാകും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വാങ്ങുകയാണ്. പാവള തൂക്കി വാങ്ങി ബാപ്പു. എൻ്റെ കിച്ചൂട്ടും കഴിഞ്ഞ ദിവസം നന്നായി തേച്ച് ഉരച്ച് കഴുകി അവന് പിന്നെ ഇതിലിട്ട് വെക്കും കാർബോർഡ് പെട്ടിയിൽ. നല്ല ഓൻ പറഞ്ഞ എല്ലാ കറക്റ്റും ചെയ്തിരിക്കും. ടാറ്റ ടാറ്റ കാണിക്ക്. ടാറ്റ പറയുന്ന രംഗങ്ങളാണ്. അത് ശരി. അത് സാരല്ല, രാത്രിയൊന്നും എല്ലാവർക്കും അറിയാം. ടാറ്റ ടാറ്റ ചെരമേ ടാറ്റ. വണ്ടി കയറി മക്കളെ. ഇവിടെ തന്നെ ഉണ്ടാവണേ. തമ്പുരാനെ അതും അടച്ചു കഴിഞ്ഞു കഥ. അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ നിർത്തുവാണ്. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.